ഇപ്പൊ 4 സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തമിഴ്നാട്, ആസാം, കേരളം, ബംഗാൾ. അതിനിടയിലാണ് ഇപ്പോ ഗുജറാത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. BJPയുടെ കോട്ടയാണ് ഗുജറാത്ത്. ഇവിടെ BJP ജയിച്ചിരിക്കുന്നു. പക്ഷെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു BJPക്ക് ചില വിള്ളലുകളൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ നിഷ്പ്രഭമാക്കുന്നുണ്ട്. അങ്ങനെ യാതൊരു കാര്യമില്ല. BJP വളരെ ശക്തിയാണ്, റെക്കോർഡ് വിജയമാണ്. ഞാൻ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് നോക്കിയ സമയത്ത് പോൾ ചെയ്ത വോട്ടിന്റെ 53-54%, ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് 54% വോട്ടാണ് BJP. അതായത് ജനങ്ങൾ BJPയുടെ കൂടെയാണ്. കോർപ്പറേഷനുകൾ 15 കോർപ്പറേഷൻ, അതിൽ 9 പുതിയ കോർപ്പറേഷനാണ്. 15 കോർപ്പറേഷൻ BJP ജയിച്ചു. തന്നെ പോർബന്തറിലും മോർബിയിലും എല്ലാ സീറ്റും ജയിച്ചു. ഗാന്ധിജിയുടെ, മഹാത്മാഗാന്ധിയുടെ നാടായ പോർബന്തറിലെ എല്ലാ സീറ്റിലും. അഹമ്മദാബാദിലൊക്കെ ഏതാണ്ട് BJP തൂത്തുവാരാണ്. ഒരു റെസിസ്റ്റൻസ് നൽകാൻ പോലും കോൺഗ്രസിന് പറ്റിയില്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലാണെങ്കിൽ 34-ൽ 33-ൽ BJP ജയിച്ചു. ഒരു ജില്ലാ പഞ്ചായത്താണ് ആം ആദ്മി പാർട്ടി. അപ്പം ആം ആദ്മി പാർട്ടി ഒരു പ്രതിപക്ഷമായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവർക്ക് അങ്ങനെ ഉയരാൻ പറ്റില്ല. അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒരു വാർഡിൽ സൂറത്തിൽ മത്സരിച്ച് തോറ്റു. അവിടെയൊക്കെ എല്ലാ പ്രമുഖ ഡൽഹിയിലുള്ള ആം ആദ്മി നേതാക്കളൊക്കെ തന്നെ കുറെ കാലമായിട്ട് അവിടെ തന്നെയായിരുന്നു പ്രചാരണം. അപ്പം ഏശുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല BJP വലിയ മികച്ച പ്രകടനമാണ്. എനിക്ക് തോന്നുന്നു ഒരു വളരെ എടുത്തു പറയത്തക്ക ഒരു ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞിരുന്ന ആക്ഷേപങ്ങളൊക്കെ തന്നെ ഇല്ലാതായി കഴിഞ്ഞു. അതായത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ ഒരു കമ്മ്യൂണൽ റാക്സ് നടന്നിരുന്നു 2025 സെപ്റ്റംബർ. അവിടെ ഏതാണ്ട് 80% മുസ്ലിങ്ങളാണുള്ളത്. അവിടെയാണ് ഒരു 150 കടകളൊക്കെ ഡിമോളിഷ് ചെയ്തത്. പക്ഷെ അവിടെയും BJP ആണ് ഗംഭീരമായിട്ട് വിജയിച്ചിരിക്കുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതുവരെ കോൺഗ്രസ് ജയിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ജയിച്ച ഒരു ജില്ല ഗാന്ധിനഗർ ജില്ലാ പഞ്ചായത്തിന്റെ വാർഡാണ്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. അതേപോലെ ഗോദ്ര, 2002-ൽ ഏറ്റവും അധികം വലിയ പ്രശ്നം നടന്ന ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ 1 കിലോമീറ്റർ അകലെയുള്ള 97% മുസ്ലിങ്ങളുള്ള വാർഡിൽ, ആ വാർഡിലെ ഒരു ഹിന്ദു സ്ത്രീ ജയിച്ചു എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ലാതെ. കാരണം കഴിഞ്ഞ തവണ അവർ 100 വോട്ടിന് തോറ്റു. അവരെ മുസ്ലിങ്ങൾ തന്നെയാണ് നിർത്തുന്നത്. ആ ഗോദ്ര മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഭൂരിപക്ഷം BJPക്കാണ്. 33-27 സീറ്റ്. കേരളത്തിൽ ഇതുവരെ മാറി. ഇപ്പോഴും ഗോദ്ര ഗുജറാത്ത് എനിക്ക് തോന്നുന്നു ഈ ഗ്രാമീണ മേഖലയിൽ ഇത്തവണ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ട് സ്വാഭാവികമായിട്ടും BJPക്ക് എല്ലാ മേഖലയിലും സ്വാധീനം ഉണ്ടെങ്കിലും ഗ്രാമീണ തലത്തിൽ ജില്ലാ പഞ്ചായത്ത് സീറ്റുകളുടെ വമ്പൻ മുന്നേറ്റത്തെ സൂചിപ്പിക്കുന്നത് നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ മാത്രമല്ല, ഒരു പാൻ ഗുജറാത്ത് എന്നുള്ള രീതിയിൽ ഗ്രാമീണ രംഗത്ത്, ഗ്രാമീണ മേഖലയിലൊക്കെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കോൺഗ്രസിന് പരമ്പരാഗത സ്വാധീനം ഉണ്ടായിരുന്ന വടക്കൻ ഗുജറാത്തിലെ പല ഗ്രാമീണ മേഖലകളിലും വലിയ മുന്നേറ്റമാണ് BJP തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആം ആദ്മി പാർട്ടി സൗത്ത് ഗുജറാത്തായിരുന്നു ലക്ഷ്യമിട്ടത്, സൂറത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അവർ അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ തവണ അവർ പ്രതിപക്ഷമായിരുന്നു സൂറത്ത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ. ഇത്തവണ ഒരു 4 സീറ്റാണ് അവർക്ക് ലഭിച്ചത്. തകർന്നടിഞ്ഞു എന്ന് പറയാം. ഇനി അവർക്കൊരു തിരിച്ചുവരവ് അസാധ്യമാണ്. അതാണ് സിറ്റുവേഷൻ ഗുജറാത്തിൽ. അതേപോലെ അഹമ്മദാബാദ് കോർപ്പറേഷനിൽ AIMIM ഒവൈസി നേരിട്ട് വന്ന് ക്യാമ്പയിൻ ചെയ്ത് ഒറ്റ സീറ്റ് കിട്ടിയില്ല. അല്ലെങ്കിൽ ഒരു 10-27 സീറ്റ് മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ അവർ മത്സരിച്ചു. സീറ്റ് കിട്ടിയില്ല എന്നാണ്. അതാണ് വികസന രാഷ്ട്രീയം എന്നുള്ള, പ്രാദേശിക വികസനം എങ്ങനെ ഉറപ്പാക്കുന്നുള്ള ആ രീതിയിലുള്ള രാഷ്ട്രീയത്തിനുള്ള ഒരു ഗോളാണെന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ അത് ഇപ്പോഴും വളരെ സജീവമായിട്ടാണില്ല. അതായത് ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും നരേന്ദ്രമോദിയെ മുൻനിർത്തിയാണ് ആ തെരഞ്ഞെടുപ്പിനെ BJP നേരിട്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇപ്പൊ 2021 ഈ സൂറത്ത് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഡയമണ്ട് മെർച്ചൻസ്, പിന്നെ അതുപോലെ ടെക്സ്റ്റൈൽ മേഖലയാണ്. അപ്പൊ അവിടേക്ക് ഒരുപാട് ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു എതിർപ്പാണ് അന്ന് ആം ആദ്മി പാർട്ടി യൂട്ടിലൈസ് ചെയ്തത്. പക്ഷെ അതിനുശേഷം ആ പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് അഭിമുഖീകരിച്ച് അതിന് പരിഹാരം കണ്ടെത്തിയിട്ടാണ് BJP ഗവൺമെന്റ്, ഇപ്പൊ ഭൂപേന്ദ്ര പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് പ്രവർത്തിച്ചത്. അപ്പൊ അതോടുകൂടി സ്വാഭാവികമായിട്ടും അവരെല്ലാം BJPയിലേക്ക് തിരികെ വന്നു. അതൊരു ചെറിയൊരു ആങ്കറായിരുന്നു. ആ ആങ്കറിനെ പെട്ടെന്ന് തന്നെ മറികടക്കാൻ സാധിച്ചതാണ്. അതായത് എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് ആ പ്രശ്നങ്ങൾ കണ്ടെത്തി പെട്ടെന്ന് തന്നെ പോംവഴി കണ്ടെത്താൻ സാധിക്കും. അതാണ് BJPയുടെ ഒരു നേതൃത്വത്തിന്റെ കഴിവ്. കാരണം എപ്പോഴും ഈവൻ പൊളിറ്റിക്സിൽ എപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. പാർട്ടിയിൽ തന്നെ ചിലപ്പം വിഘടനം, പാർട്ടിയിൽ തന്നെ ഭിന്നതകൾ വരാം, അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പങ്ങൾ വരാം. പക്ഷെ അതൊക്കെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യുകയും എതിരാളികൾക്ക് മുതലെടുക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ആ പ്രശ്നങ്ങൾ തീർക്കുക എന്നതാണ് ഒരു നേതൃത്വത്തിന്റെ കഴിവ്. അതവർ പ്രകടിപ്പിച്ചിരുന്നതാണ്. ഇപ്പൊ തന്നെ നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ
രാഘവ് ചദ്ദയുടെ നേതൃത്വത്തിൽ എംപിമാർ 7 എംപിമാർ 10 പേരിൽ 7 രാജ്യസഭാ എംപിമാരും BJP ചേർന്നു. അപ്പം അവർക്ക് വേണമെങ്കിൽ ഗുജറാത്തിൽ ചെറിയൊരു നേട്ടം ഉണ്ടാക്കുകയാണെങ്കിൽ ഞങ്ങൾ കണ്ടോ BJPയുടെ കോട്ട കൊത്തലങ്ങളിലേക്ക് പോയി ഞങ്ങൾ കയറി എന്നൊക്കെ പറയാമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് കേജ്രിവാൾ അവിടെ തമ്പടിച്ച് പ്രചരണം നടത്തിയത്. മനീഷ് സിസോദിയ പ്രചരണം നടത്തി, സഞ്ജയ് സിംഗ് പ്രചരണം ആതിശയുണ്ടായത്. അങ്ങനെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ ഗുജറാത്ത് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷെ അവർക്ക് യാതൊരു റിസൾട്ടും ഉണ്ടാക്കാൻ പറ്റിയില്ല. പക്ഷെ അവർക്ക് വേണമെങ്കിൽ നർമ്മദ ജില്ലാ പഞ്ചായത്ത് പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മൊത്തത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു അർബൻ മേഖലകളിൽ ഒന്നും തന്നെ വലിയൊരു മുന്നേറ്റമായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. കാരണം 2021 AAP മുന്നേറ്റം ഉണ്ടാക്കി പല സ്ഥലങ്ങളും BJPക്ക് ഒരു വെല്ലുവിളി ഉയർത്തുന്നു എന്നുള്ളൊരു ഫീൽ അവർ കൊണ്ടുവന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുറെ വോട്ട് കോൺഗ്രസിന് പിടിക്കാൻ AAPക്ക് സാധിച്ചിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ ഒരു ദുർബലാവസ്ഥ AAPക്ക് ഗുണമാവും, ഒരു ബദൽ എന്നുള്ള രീതിയിൽ അവർ ഉയർന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ എപ്പോഴും കേജ്രിവാളും AAP ലീഡേഴ്സും ഒക്കെ അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾ നിരാകരിച്ചിരിക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാര്യം ഒന്ന്, ആം ആദ്മി പാർട്ടി അവിടെ വേരൂന്നി വരുന്നേ ഉള്ളൂ. പക്ഷെ അതിനു മുമ്പ് തന്നെ അവിടെ അഴിമതി പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തമ്മിലടി, ക്രെഡിബിലിറ്റി ഇല്ലാത്ത ലീഡേഴ്സ്, ഈ വെറുതെ പ്രകോപനപരമായ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെ ജനങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാറിക്കും. കാരണം ഈ പാർട്ടി വളർന്നു വരുമ്പോൾ തന്നെ ഇതാണെങ്കിൽ ഈ പാർട്ടിയെ നാളെ അധികാരം ഏൽപ്പിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഒന്നാമതൊരു കൃത്യമായുള്ള ഒരു രൂപമോ ഒരു ചട്ടക്കൂടോ ഒന്നും ഇല്ലാത്ത ഒരു ആൾക്കൂട്ടമാണ് സത്യത്തിൽ AAP. അത് ഇന്ത്യയിലും അങ്ങനെയാണ്, ഗുജറാത്തിലും അതാണ്. പിന്നെ BJPയുടെ ഒരു വർക്ക് നമ്മൾ നോക്കേണ്ടത് ഒരു 8 മാസം മുമ്പാണ് തോന്നുന്നത്, 8-9 മാസങ്ങൾക്ക് മുമ്പാണ് മൊത്തം ക്യാബിനറ്റ് റീഷഫിൾ ചെയ്ത് ഭൂപേന്ദ്ര പട്ടേലിനെ മുഖ്യമന്ത്രിയായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു വലിയ അഴിച്ചുപണിയാണ് BJP നടത്തിയത്. അതായത് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് BJPക്ക് മനസ്സിലായി. കാരണം ഒരു 7 വർഷങ്ങളായിട്ട് 30 വർഷമൊക്കെ തുടർച്ചയായി ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് ഗുജറാത്ത്. സ്വാഭാവികമായിട്ട് ആ ഭരണ വിരുദ്ധ വികാരം അല്പമുണ്ടെന്ന് മനസ്സിലാക്കി ഒരു ന്യൂ ഫേസ് കൊടുത്തു BJP. അതായത് പുതിയ യുവ മുഖങ്ങൾ ഒരുപാട് കൊണ്ടുവന്നു ക്യാബിനറ്റിൽ ഉൾപ്പെടെ. ഇപ്പം പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രദ്ധേയെന്ന് പറഞ്ഞാൽ ഹർഷ് സാൽവി, 41 വയസ്സ് മാത്രമുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ലീഡറാണ്. ഉപമുഖ്യമന്ത്രിയാണ്, ഭാവിയിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയാകും എന്നാണ് പറയുന്നത്. അതുകൂടാതെ മന്ത്രിസഭയിൽ വലിയ അഴിച്ചുപണി, ചെറുപ്പക്കാർക്കും വനിതകൾക്കും ഒക്കെ പ്രാതിനിധ്യം നൽകിയ റുവാബ ജഡേജയൊക്കെ മന്ത്രിസഭയിൽ എത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ്. അതിന്ന് ഭരണത്തിന്റെ ഒരു മികവുണ്ട്. കാരണം അത്രയും മികവ് ഞാൻ നേരിട്ട് പോയി കണ്ടതാണ് പല സ്ഥലത്തും. അതിപ്പോ നമ്മൾ ഗുജറാത്ത് മോഡൽ, ഗുജറാത്ത് മാലിന്യത്തിന്റെ കാര്യങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയലൈസേഷന്റെ കാര്യത്തിലാണെങ്കിലും, അതുപോലെ തന്നെ ഡേ ടു ഡേ ലൈഫ്, നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളാണെങ്കിലും അതൊക്കെ ഒരു മോണിറ്റർ ചെയ്യാൻ ഡാഷ് സിസ്റ്റം കംപ്ലീറ്റ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഓരോ ആളുകൾ എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ പറ്റും. ഓരോ പ്രവർത്തനം, ഒരു ബസ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ ബസ് ഇപ്പൊ എവിടെയാണുള്ളത് അതുവരെ അവർക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അങ്ങനെയുള്ളൊരു കറക്റ്റ് മോണിറ്ററിംഗ് സംവിധാനം, ഒരു ഭരണപരിഷ്കാരം അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നത് താഴെ തട്ടിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ റിസൾട്ടാണ് ഇപ്പൊ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ രീതിയിലുള്ള ഒരു. അതെ അതെ. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത് ഗുജറാത്തിനെ ഒന്നുണ്ട്. ഗുജറാത്തിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചത്, ഗുജറാത്തിനെ കുറിച്ച് ആക്ഷേപിച്ചിരുന്ന കമ്മ്യൂണൽ എന്നുള്ള അതിനതീതമായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇപ്പം ഗോദ്രയിലാണ് 2002 നമ്മളെ രാജ്യത്തെ ഞെട്ടിച്ച വലിയ ഒരു റെയിൽവേ സ്റ്റേഷൻ, ഒരു ട്രെയിൻ കത്തിയിരുന്നു, ആളുകൾ നിരവധി പേർ മരിക്കുന്നു. അപ്പം അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. അപ്പം ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള വാർഡാണ്. ആ വാർഡിൽ 97% മുസ്ലിങ്ങളാണ്. അപ്പം അവരൊരു ഹിന്ദു സ്ത്രീയെ നിർത്തുന്നു. അവിടെ ആ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഹേട്രഡ് അവിടെ ഇല്ല എന്നുള്ളതല്ല ആ രീതിയിലേക്ക്. അതേസമയത്ത് ഇപ്പോഴും ചില ഇഷ്യൂസ് പല സ്ഥലത്തും നടക്കുന്നുണ്ടാവും. ഗുജറാത്തിനെ കുറിച്ച് ആക്ഷേപിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ അവർ മുക്തരായി എന്നതാണ്. അവര് ഡെവലപ്മെന്റിന്റെ പൊളിറ്റിക്സിലേക്ക് മാറിക്കഴിഞ്ഞതാണ്. ഇതൊരു ശരിക്കും അഭൂതപൂർവമായ ഒരു വിജയമാണ്. കാരണം BJPയുടെ പോളിംഗ് 52-54% ഒക്കെയാണ്. ഇപ്പൊ തന്നെ 9,986 സീറ്റാണ് മൊത്തം. അതായത് ജില്ലാ പഞ്ചായത്ത്, പിന്നെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, താലൂക്ക് പഞ്ചായത്ത് ഇവിടെ കൂടി ആകെയുള്ള സീറ്റ്. അതിൽ 7,491, 75%-ലധികം സീറ്റ് BJPന് കഴിക്കുന്നു. 52-53% വോട്ട് BJPന് കഴിക്കുന്നു. അപ്പൊ കോൺഗ്രസിന് എപ്പോഴും 25% വോട്ട് പഴയ സ്വാതന്ത്ര്യത്തിന് കാലഘട്ടം മുതലുള്ള വോട്ടാണ് അത്. കോൺഗ്രസ് നല്ലൊരു ലീഡർ ഇല്ല, ഒന്നാമത്തെ പ്രശ്നം. അപ്പൊ അവരുടെ ഒരു ഫേസ് ആയിരുന്നു, എത്രയോ കാലം അവരുടെ ഫേസ് ആയിരുന്ന അർജുൻ മോഡ്വാഡിയ BJPയിൽ എത്തിയിരുന്നു. പിന്നെ അതുകൂടാതെ ഇടയ്ക്ക് ഈ പ്രക്ഷോഭങ്ങളൊക്കെ സംഘടിപ്പിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. അതെല്ലാം അവർക്ക് ഒന്നും ചെയ്യാൻ, അത് യൂട്ടിലൈസ് ചെയ്യാനൊന്നും അവർക്ക് സാധിച്ചില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സംഘടനാ സംവിധാനം വളരെ വീക്കാണ്. അതായത് പലയിടങ്ങളിലും ഒരു സംഘടനാ സംവിധാനം ഇല്ല എന്നാണ് പറയുന്നത് കോൺഗ്രസ്.
അതാണ് ആം ആദ്മി പാർട്ടിക്ക് ചെറിയൊരു പ്രതീക്ഷ ഇടക്ക് നൽകിയിരുന്നത്. ഇത്തവണ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിനൊന്നും പോയില്ലല്ലോ. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയിരുന്നു. ഇനിയിപ്പം അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പ് 2027 ഡിസംബറിലാണ്. ഡിസംബറിലാണ്. അതായത് ഇനിയിപ്പോ 1.5 വർഷം ഉള്ളൂ, ഏതാണ്ട് ഉള്ളൂ. അപ്പൊ അതിന് മുന്നോടിയായിട്ടാണ് ഈ സെമി ഫൈനൽ എന്നൊക്കെ ആയിരുന്നു പൊതുവെ വിശേഷിപ്പിച്ചിരുന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അവിടെയാണ് ചെറിയൊരു ക്ഷീണം പറ്റിയിരുന്നെങ്കിൽ തന്നെ അത് ദേശീയ തലത്തിൽ വലിയ വാർത്തയാണ്. പക്ഷേ ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയത് മലയാള മനോരമ പത്രത്തിൽ ഞാൻ രാവിലെ വന്ന ഉടനെ തന്നെ എടുത്തു നോക്കി. ആ പത്രത്തിൽ ഇതൊന്നും കാണുന്നില്ല, ഈ വാർത്ത ഒന്നും കാണുന്നില്ല. അതേസമയത്ത് BJPക്ക് 2 സീറ്റ് പോയെങ്കിൽ ഗുജറാത്തിൽ തിരിച്ചടി മോദി പ്രഭാവം പക്ഷെ ഉള്ളിൽ ഏതോ ഒരു പേരിലൊരു കോളം വാർത്ത. ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആ രീതിയിലൊരു മെന്റാലിറ്റി BJPയുടെ. കാരണം മറ്റു പാർട്ടികൾ എങ്ങനെയാണ് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത്, അതിന് പ്രധാന കാരണം അവരുടെ മടി തന്നെയാണ്, ലേസിനെസ് തന്നെയാണ്. പഴയ രീതിയിലാണ് രാഷ്ട്രീയത്തെ കാണുന്നത്. ഇവിടെ തന്നെ BJPയുടെ ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനം, സംഘടനാ സംവിധാനം, ഇതൊക്കെ തന്നെയാണ് റിസൾട്ട് കൊണ്ടുവന്നത് പറയുന്നത്. അതെ, പന്ന പ്രമുഖ് എന്നുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ, അതായത് ബൂത്ത് തലത്തിൽ തന്നെ ഓരോ മേഖലയിലും അത്രയും സജീവമായിട്ട് ഇടപെട്ട് ഏതാണ്ട് 1 ലക്ഷത്തിലധികം യോഗങ്ങളാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഗുജറാത്തിൽ BJP സംഘടിപ്പിച്ചത്. 30,000-ഓളം വരുന്ന രീതിയിലുള്ള ഇന്ററാക്ഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ റിസൾട്ടാണിത്. കാരണം ജനങ്ങളായിട്ട് നിരന്തരം ഇടപഴകി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ വികാരം ഒപ്പിയെടുത്ത് പരിഹാരം കണ്ടെത്തിയിട്ടാണ് BJP മുന്നേറുന്നത്. അല്ലാതെ ഇവിടെ വെറുതെ ഇമോട്ടീവ് ഇഷ്യൂസും നെഗറ്റീവ് വിഷയങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോവുകയല്ല. കാരണം ആ പൊളിറ്റിക്സേ BJP മാറ്റി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതെ, ഗുജറാത്തിൽ BJP ഗംഭീരമായ വിജയം നേടിയിരിക്കുന്നു. ഇത് പ്രധാനമന്ത്രി മോദിക്കുള്ള ഒരു അംഗീകാരമാണ്. BJP ദേശീയ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ള അംഗീകാരമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളും. കാരണം ഇതൊരു ഗുജറാത്ത് ഒരു മോഡൽ, BJPയുടെ റോൾ മോഡലായിട്ടാണ് ഗുജറാത്ത് മോഡൽ. അത് ഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിലും സംഘടനാ സംവിധാനത്തിന്റെ കാര്യത്തിലാണെങ്കിലും. അപ്പൊ എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചിരുന്നെങ്കിൽ അത് മറ്റ് സ്ഥലത്ത് കൂടി നെഗറ്റീവായിട്ട് ബാധിച്ചത്. പക്ഷെ ഇപ്പോൾ വളരെ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ വിജയമാണ് BJP. ഒരു മോദി ഒരു സംഭവം ഉണ്ടല്ലോ, മോദിയുടെ ഒരു സ്വീകാര്യത, അത് ഓരോ ദിവസം കൂടുമ്പോഴും അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഈ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിക്കുന്നതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന